ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഊട്ടിയിലെത്തിയ ഞങ്ങൾ ഊട്ടി ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരികെ പോവുകയാണ്. ഇപ്പോൾ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. ഊട്ടിയിൽ നിന്നും തിരിച്ചപ്പോൾ തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പോകുന്ന വഴിക്കാണ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലം. വെല്ലിംഗ്ടണിലാണ് ഈ മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ ഉള്ളത്, അതായത് മിലിറ്ററി ക്യാമ്പാണ്. ഇന്ത്യൻ ആർമിയുടെ ഒരു കൻ്റോൺമെൻ്റാണ് ഈ വെല്ലിംഗ്ടണിൽ ഉള്ളത്. കൃത്യം 2 വർഷം മുന്നേ, അതായത് 2021 ഡിസംബറിൽ ഇന്ത്യൻ ആർമിയുടെ ജനറലായിരുന്ന ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ള 13 പേർ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സ്ഥലം, ആ ഒരു ലൊക്കേഷനാണ് ഇത്. ഈ വെല്ലിംഗ്ടൺ ആർമി ക്യാമ്പിന് ചുറ്റുമുള്ള ഈ കാടുകളിലും മലനിരകളിലുമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഊട്ടിയിൽ നിന്ന് മല ഇറങ്ങി വരുമ്പോൾ പല ടൈപ്പിലുള്ള മലകളുടെ ലൊക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണുള്ളത് എല്ലായിടത്തും. നല്ല ഫോഗും ഒക്കെ ഉണ്ട് ചിലയിടങ്ങളിലൊക്കെ. വരുന്ന വഴിക്ക് പലയിടത്തും ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ലൊക്കേഷനൊക്കെ ഉണ്ട്. പല ആൾക്കാർ അവിടേക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം സഹ്യപർവ്വത മലനിരകളാണ്, അതായത് വെസ്റ്റേൺ ഗട്ട്സ്. അങ്ങ് ദൂരെ ചെങ്കുത്തായ മലനിരകളും വലിയ കൊക്കകൾ ഉൾപ്പെടെയുള്ള വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഊട്ടി പിന്നിട്ട് മേട്ടുപ്പാളയം എല്ലാം കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂർ എത്തിയിരിക്കുന്നു. ഏകദേശം 85 കിലോമീറ്ററാണ് ഊട്ടിയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ദൂരം. ഇതിപ്പോൾ കോയമ്പത്തൂർ സിറ്റിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി, എന്നിട്ട് പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് വഴിവെക്കിൽ കണ്ടൊരു ജ്യൂസ് ഷോപ്പിൽ നിന്ന് കുടിച്ചതാണ്, കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ജ്യൂസ്. പിന്നെ അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പ്രോസോൺ മാളിൽ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തു, ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട്. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങിയ സമയത്ത് കണ്ടൊരു കടയുടെ പേരാണ് അപ്പൂപ്പ. അത് വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തത്. ഇനി ഞങ്ങൾ പോകുന്നത് ലോക ഫേമസ് ആയ ആദിയോഗി ശിവഭഗവാന്റെ മുന്നിലേക്കാണ്. അതൊരു അമ്പലമല്ല, ആക്ച്വലി അതൊരു യോഗ സെൻ്ററാണ്. യോഗ മെഡിറ്റേഷനൊക്കെ പഠിപ്പിക്കുന്നതും ചെയ്യുന്നതായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിനെ ഇഷ സെൻറ്റർ എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രതിമയാണ് ഈ ആദിയോഗി ശിവഭഗവാന്റെ വിഗ്രഹം. പോകുന്ന വഴിക്ക് കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗേറ്റൊക്കെ കടന്നിട്ട് വേണം ഉള്ളിലേക്ക് ചെല്ലാനായിട്ട്. വന്ന് കയറുന്നവർക്കൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാക്കി തരാനായിട്ട് ഈ ഒരു ആംബിയൻസ് സഹായിക്കുന്നുണ്ട്. വല്ലാത്തൊരു ഫീലാണ്, ഒരു മെഡിറ്റേഷൻ ഫീൽ നമുക്കിപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നു തുടങ്ങി. ഞങ്ങൾ പോയത് ഈവനിങ് ആയിരുന്നു കേട്ടോ, അപ്പോൾ നല്ല വൈബായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും കുറേ കാളകളെയൊക്കെ കണ്ടായിരുന്നു. ശിവഭഗവാന്റെ വാഹനമായതുകൊണ്ടാകണം കാളകൾ അവിടെ പരിചരിക്കുന്നത്. നമുക്ക് പൈസ കൊടുത്താൽ കാളകൾക്ക് പുല്ല് കൊടുക്കാം, അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ ആദിയോഗി ശിവഭഗവാൻ. ഇവിടത്തേക്ക് പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ എൻട്രിയാണ്. ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ആദിയോഗി. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 350-400 മീറ്റർ നടക്കണം ഉള്ളിലേക്ക്, ആദിയോഗിയുടെ അടുത്തേക്ക് എത്താനായിട്ട്. സൗത്ത് കൈലാഷ് മലനിരകൾക്ക് താഴെയായിട്ടാണ് ആദിയോഗി ശിവഭഗവാന്റെ വിഗ്രഹം പ്രതിമ വച്ചിട്ടുള്ളത്. 2017 സദ്ഗുരുവാണ് ഈ യോഗ സെൻറ്ററും ഈ ആദിയോഗി ശിവഭഗവാന്റെ വിഗ്രഹവും ഇവിടെ സ്ഥാപിച്ചത്. ഈ കാണുന്ന കാളവണ്ടിയിലൂടെ നമുക്ക് ആദിയോഗിയുടെ പുറകിലുള്ള ആശ്രമമൊക്കെ സന്ദർശിക്കാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു അമ്പലമല്ല, ഇതൊരു യോഗ സെൻറ്ററാണ്. സോ ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. യോഗയും മെഡിറ്റേഷനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇവിടം വരാം. സ്കൂൾ കോളേജിൽ നിന്നൊക്കെ അനവധി കുട്ടികളൊക്കെ ഇവിടെ സന്ദർശിക്കുന്നത് കാണാൻ പറ്റി. ആദിയോഗിയുടെ ഈ പ്രതിമ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബസ്റ്റ് സ്റ്റാച്ചുകളിൽ ഒരെണ്ണമാണ്. ബസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചെസ്റ്റിന് മുകളിലേക്ക്, നെഞ്ചിന് മുകളിലേക്കുള്ള ഭാഗം മാത്രം വരുന്ന വിഗ്രഹം അല്ലെങ്കിൽ ആ പ്രതിമ. 112 അടിയാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. ഇത് മൊത്തം സ്റ്റീലിലാണ് പണിതിട്ടുള്ളത്. ഇവിടം പോകണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോകുന്നതായിരിക്കും സൗകര്യം. പകലൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് വൈകിട്ടാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആദിയോഗിയുടെ ഇതുപോലുള്ള വിഗ്രഹം കർണാടകയിലും ഉത്തർപ്രദേശിലൊക്കെ അതിനുശേഷം അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങി കേട്ടോ. ഈ ആദിയോഗിയുടെ അടുത്ത് മഴയത്ത് കാണാനൊരു പ്രത്യേക വൈബാണ്. ആ വൈകുന്നേരം കൂടി ആയപ്പോൾ ഒരു പ്രത്യേക ഫീൽ. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ബാത്റൂം ഫെസിലിറ്റീസും പിന്നെ ചെറുതായിട്ടുള്ള സ്നാക്സോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ആദിയോഗിയെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് കോയമ്പത്തൂർ സിറ്റിയിലേക്ക് വന്നു. ഇത് അവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ സ്റ്റൈൽ.
ഇത് തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കോയമ്പത്തൂർ ഇന്ത്യയിലെ മൂന്നാമത്തെ സേഫസ്റ്റ് സിറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ആര്യഭവൻ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷനായി, ഇത് റെസ്റ്റോറൻ്റ് ആണോ അതോ അമ്പലമാണോ എന്ന്. ആ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ സ്റ്റൈലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വലിയൊരു കെട്ടിടം, അതിൻ്റെ മുന്നിലായിട്ട് ഇതുപോലുള്ള വലിയൊരു അമ്പലം പോലെ ഒരു കൺസ്ട്രക്ഷൻ. നല്ല തിരക്കുമുണ്ട്, കുറേ ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലൊരു ഫീൽ കേട്ടോ. അവിടുന്ന് ബേബി കോൺ, മഞ്ചൂരിയൻ, ഉത്തപ്പം, ചായയൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ തിരികെ റൂമിലേക്കാണ് വന്നത്. ഇനി നാളെ ഇവിടുന്ന് തിരികെ ഞങ്ങൾ കേരളത്തിലേക്കാണ് വരുന്നത്. കേരളത്തിലെ പാലക്കാടിലെ കൊല്ലങ്കോട് ഗ്രാമം. പലരും കേട്ടിട്ടുണ്ടാവും കൊല്ലങ്കോടിനെ കുറിച്ച്. സോ കൊല്ലങ്കോട് വിശേഷങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്